ഹലോ, ഇത് ഞാൻ റീച്ചിന് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ അല്ല, ഇതെൻ്റെ സ്വന്തം അനുഭവമാണ്. ഒരുപാട് ആലോചിച്ചു ഇങ്ങനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന്. പിന്നെ ഓർത്തു ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുക എന്നാണെങ്കിൽ നല്ലൊരു കാര്യമാണെന്ന്. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ യൂട്യൂബോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ന്യൂസുകളിലൊന്നാണ് ഡൊമസ്റ്റിക് വയലൻസ്, അബ്യൂസ്, മർഡർ, സൂയിസൈഡ്. എന്തുകൊണ്ടാണ് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആ പെൺകുട്ടികൾക്കൊക്കെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. സാമ്പത്തികം ഉണ്ടായിരുന്നു. പിന്നെ എന്താണ്? യെസ്, ഇറ്റ് ഈസ് ദ സൊസൈറ്റി. ഈ സൊസൈറ്റി, ഞാൻ ആ പോസ്റ്റുകളിലൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ കമൻറ്റ് സെക്ഷനിലൊക്കെ ഉള്ള പെൺകുട്ടികൾക്ക് ഒറ്റയ്ക്ക് ജോലിയെടുത്ത് ജീവിക്കായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നത് ഒരുപാട് പേരുണ്ട്. ഞാനൊന്ന് നിങ്ങളോടൊന്ന് ചോദിച്ചു നോക്കിക്കോട്ടെ. അങ്ങനെ ആ പെൺകുട്ടി ഒറ്റയ്ക്ക് ആ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് പോയ ഒരു പെൺകുട്ടി ഇറങ്ങി വന്ന് ഒറ്റയ്ക്ക് പണിയെടുത്ത് ജീവിച്ച് കാണിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, അഹങ്കാരിയാണ് അവൾ, തൻ്റേടിയാണ് അവൾ, അല്ലേ? ഇപ്പം മരിച്ചു കഴിഞ്ഞപ്പോഴോ ഒറ്റയ്ക്കത്തെ പണിയെടുത്ത് ജീവിക്കായിരുന്നില്ലേ എന്നാണ് സൊസൈറ്റിയുടെ ചോദ്യം. നിങ്ങൾ എന്ത് ചെയ്താലും സൊസൈറ്റി നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യും. സോ ഡോണ്ട് ട്രൈ ടു സാറ്റിസ്ഫൈ ദ സൊസൈറ്റി. ആൻഡ് ടു ഓൾ ദ ഗേൾസ് ഔട്ട് ദെയർ, പ്ലീസ് ഡോണ്ട് ട്രൈ ടു ഫിറ്റ് ഇൻ ടു എ പ്ലേസ് വെയർ യു ഡോണ്ട് ബിലോങ് ടു. ടേക്ക് ദ റൈറ്റ് ഡിസിഷൻ അറ്റ് ദ റൈറ്റ് ടൈം ആൻഡ് കം ഔട്ട് ആൻഡ് ലിവ് യുവർ ലൈഫ്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ കൂടി പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. ഡയലോഗ് അടിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റുവാണെന്നുണ്ടെങ്കിൽ ജീവിക്കുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്ന്. അങ്ങനെ ഒരു സിറ്റുവേഷൻ സർവൈവ് ചെയ്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ 19 വയസ്സിൽ കല്യാണം കഴിച്ചതാണ്. 20ാമത്തെ വയസ്സിൽ ഞങ്ങൾ സെപ്പറേറ്റഡ് ആയി. എനിക്കെന്നൊരു മോൻ, 1 വയസ്സുള്ളൂ എൻ്റെ മോന്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ മോന് അടുത്ത മാസം ആകുമ്പോൾ എൻ്റെ മോന് 10 വയസ്സ് തികയും. ഇപ്പം എനിക്ക് 30 വയസ്സായി. 10 കൊല്ലത്തെ സ്ട്രഗിളാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്കും വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യായിരുന്നു. എൻ്റെ മോനെ കൊന്നിട്ട് എനിക്ക് ആത്മഹത്യ ചെയ്യായിരുന്നു. എനിക്ക് രക്ഷപ്പെടായിരുന്നു. തോൽറ്റ് കൊടുക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് അഭിമാനത്തോടെയാണ് നിൽക്കുന്നത്. ഞാൻ 12th വരെയുള്ള ഒരു സ്കൂളിൻ്റെ വൈസ് പ്രിൻസിപ്പളായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പഠിക്കുന്നുണ്ട്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പഠിക്കുന്നുണ്ട്. എത്രയോ ക്വാളിഫൈഡ് ആവാൻ പറ്റുമോ അത്രയും ക്വാളിഫൈഡ് ആവണം. ഐ ആം എ സ്ട്രോങ് ഇൻഡിപെൻഡൻറ്റ് വുമൻ. സ്ട്രഗിൾസ് ഉണ്ട്. നിങ്ങൾ എന്നത് ഫേസ് ചെയ്യുന്നില്ല. ഒളിച്ചോടാൻ എല്ലാവർക്കും പറ്റും. ഞാനിത് എത്രയൊക്കെ പറഞ്ഞാലും ഇത് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കയറണം എന്നില്ല. നിങ്ങളുടെ മനസ്സ് മാറുന്നത് എപ്പോഴാണെന്നറിയോ? നിങ്ങളുടെ മകളുടെയോ അല്ലെങ്കിൽ പെങ്ങളുടെയോ ഡെഡ് ബോഡി ആംബുലൻസിൽ നിങ്ങൾ വീട്ടുമുറ്റത്ത് വന്നിറങ്ങില്ലേ, അപ്പം മാത്രമേ നിങ്ങളുടെ മനസ്സ് മാറുള്ളൂ. ഒന്ന് നിങ്ങൾക്ക് തിരിച്ച് വിളിക്കായിരുന്നു. അവരുടെ ആ സ്ട്രഗ്ലിംഗ് പീരീഡിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്തിരുന്നു, സപ്പോർട്ടിന് നിങ്ങളുണ്ട് എന്ന് ഒന്ന് അഷ്യൂർ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ അവരത് ചെയ്യില്ലായിരുന്നു. ഇപ്പോഴും ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ടേക്ക് ദ റൈറ്റ് ഡിസിഷൻ അറ്റ് ദ റൈറ്റ് ടൈം ആൻഡ് കം ഔട്ട് ആൻഡ് ലിവ് യുവർ ലൈഫ്. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയണം അവസാനമായിട്ട്. എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ആരും ഒരു സഹായം കൊണ്ടോ അല്ലെങ്കിൽ ഒരു സഹതാപം കൊണ്ടോ എൻ്റെ ഇൻബോക്സിലേക്ക് വരരുത്. അങ്ങനെ വരുന്ന ആവശ്യമില്ലാത്ത കമൻറ്റ് ഇടുന്നവർക്ക് സത്യമായിട്ട് ഞാൻ ആ